Good morning to all. Good morning, ma'am. Good morning. Start with prayer. Prayer. Dear Allah, thank you for this day and the learning we received. Bless our teachers and friends. Guide us with wisdom, patience, and peace. Amen. Good morning, everyone. I am Shruti Suresh. It is my pleasure to welcome all my friends for today's class. Thank you all for joining us today. I would like to extend a warm welcome to our respected Ashruti ma'am for joining us today. I hope you all will enjoy the class. Thank you. Have a good day. Good morning, everyone. I'm Andrea, thought of today. The only difference between a good day and a bad day is your attitude. Thank you. Okay. Then how are you all? Congratulations, Sugana. Breakfast level. Fine, ma'am. Okay. Engine Shruti കഴിഞ്ഞോ? Internship complete ആയോ? മാം ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ക്ലാസ്സിൽ കയറാത്ത കാരണം ഹസ്ബൻഡിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു. ആൾക്ക് സ്ട്രോക്ക് ആയിട്ട് ഇച്ചിരി സീരിയസ് ആയിരുന്നു. ക്രിട്ടിക്കൽ ആയിരുന്നു. ഇപ്പോഴും ക്രിട്ടിക്കൽ ആണ്. റൂമിലാക്കി. പക്ഷെ അഡ്മിറ്റ് ചെയ്ത അന്ന് എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അത് തന്നെയാണ്. ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഫുഡായിട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ടായിരുന്നു ഞാൻ കേരളത്തെ മാം. ഏജ് ആണോ? 68 മാം ഏജ്. ഓക്കെ. അപ്പൊ ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ അധികം ദിവസങ്ങളോ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മള് റിപ്പോർട്ട് സ്പീച്ച് ആയിരുന്നു എടുത്തത്. അതില് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി രണ്ടെണ്ണം ഉണ്ട്. എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാല് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ. ഇനിയിപ്പോ എക്സാമിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ള ടെൻഷൻ ആണെങ്കിൽ അതും വേണ്ട, വരാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പൊതുവെ ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് കേട്ടോ പതിവ്. ആവശ്യത്തിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അറിഞ്ഞിരിക്കണമെങ്കിൽ പഠിപ്പിക്കാം. അല്ലാതെ എക്സാമിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ വരില്ല. മോസ്റ്റ്ലി വരാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. മാം ഇത് സ്കൂളില് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുമോ? സ്കൂളില് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വരാൻ ചാൻസില്ല. അപ്പൊ ഓക്കെ മാം. ഓക്കെ. കാരണം കുറച്ച് ഡിഫറൻറ്റ് ആണ്. അതും KG സെക്ഷനിലൊന്നും ഒരിക്കലും പഠിപ്പിക്കില്ലല്ലോ. ആ ഒരു പേടി വേണ്ട. ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി എടുക്കേണ്ട ചാപ്റ്റേഴ്സ് പാർട്ടിസിപ്പിൾ കംപ്ലീറ്റ് ചെയ്ത് പ്ലേസ് ഞാൻ എക്സാമിന് ഇമ്പോർട്ടൻസ് ചെയ്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗും കണ്ടീഷണൽ സെന്റൻസും ആണുള്ളത് കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് എനിക്ക് കുറച്ച് നമുക്ക് നമ്മുടെ ഡേ ടു ലൈഫിൽ ആവശ്യമായ കുറച്ച് ഡെയിലി സെന്റൻസുകൾ. ഓക്കെ. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ 10 മാസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാല് സംശയമാണ്. അറിയാലോ. ഓക്കെ. അപ്പോ അത്യാവശ്യം നമ്മൾ കുറച്ച് ഗ്രാമർ ആണെങ്കിൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഈ ടെൻസ് ഓർമ്മയുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം വരും. ഓക്കെ. 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 അപ്പോ ഇനി 2 ചാപ്റ്റേഴ്സ് മാത്രമേ എടുക്കാനുള്ളൂ. കണ്ടീഷണൽ സെന്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്. അതിന് മുന്നോട്ട് പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊ അത്യാവശ്യം കുറച്ച് ഗ്രാമർ അറിയാം. പക്ഷെ നിങ്ങൾ സംസാരിക്കാൻ ഓക്കെ ആണെന്ന് ചോദിച്ചാല് അതും സംശയമാണ് അല്ലെ. അപ്പൊ എന്നെ കൊണ്ട് ഇപ്പോ പറ്റാവുന്ന സമയത്ത് കുറച്ച് ക്ലാസ് കിട്ടുകയുള്ളൂ എങ്കിൽ പോലും ഞാൻ ആ ടൈമിൽ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഡെയിലി സെന്റൻസ് ആയിക്കോട്ടെ, നമുക്ക് വേറെ കുറച്ച് മൊറാലോഗുകൾ അല്ലെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഏകദേശം ചെറിയൊരു ധാരണ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ടെൻസ് ഒന്നും കൂടെ നമുക്കൊന്ന് ഒന്നുകൂടെ സെറ്റ് ആക്കി എടുക്കാനുണ്ട്. അതും കൂടെ ചെയ്യാം. അപ്പൊ ഇനി ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമായിട്ട് എടുക്കുക. ക്ലിയർ? ഇതിപ്പോ ഇതില് എക്സാമിന് വരാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം.
ഇനി എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഒരു ടൈമിൽ ഞാനത് പറഞ്ഞു തരും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരു ക്ലാസ് ഫുള്ള് ഞാൻ അത് എടുക്കുന്നതായിരിക്കും. എക്സാമിന് വേണ്ടി ഒരു ക്ലാസ്, സ്പെഷ്യൽ ക്ലാസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. എക്സാം എന്തായാലും ഈസി ആക്കി തരാം. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. അല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പഠിപ്പിക്കാം കേട്ടോ. അതുകൊണ്ട് ഇനി ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോ പഠിച്ചത് സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യൻ ആണ്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ എക്സാമിന് മുന്നേ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കേട്ടോ. നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഇമ്പോർട്ടന്റ് ആണ്. അതിന് അത്യാവശ്യം കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മളത് യൂസ് ചെയ്യാറുണ്ട് പൊതുവെ. അതുകൊണ്ട് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോ അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അങ്ങനെയല്ലേ ആ ഒരു ചോദ്യം വരണം അല്ലെ. എന്താണ് അവള് ബുക്ക് വായിക്കുകയാണെന്ന് പറയുമ്പോൾ അവള് ബുക്ക് വായിക്കുകയാണോ അല്ലെ അല്ലെ എന്നൊരു ചോദ്യം വരണം. അതാണ് ടാഗ് അല്ലെ. ഇതിനെയാണ് എന്ത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പറയുന്ന സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ വരുന്ന ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആണ്. അതങ്ങനെ തന്നെ പഠിച്ചാൽ മതി. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ആയല്ലേ? ഇതാണ് ഞാൻ പറയാം. നമ്മുടെ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് ചാപ്റ്ററിൽ ഓരോ പോയിന്റ്സ് കണ്ടോ? ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ്, തേർഡ്, ഓരോ പോയിന്റ്സ് നോക്കാട്ടോ. അതില് ഫസ്റ്റ് പോയിന്റിലാണ് പറയുന്നത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഷീ ഈസ് വെരി ക്ലവർ. ഷീ ഈസ് വെരി ക്ലവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതില് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ നെഗറ്റീവ്സ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ ടാഗ് എന്തായാലും എന്തായിരിക്കണം? നെഗറ്റീവ് വരണം. ഓക്കെ, ടാഗ് എങ്ങനെ വരണം അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. തൽക്കാലം ഇത്രയും മനസ്സിലാവും കേട്ടോ. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, നിങ്ങള് നോട്ട്ബുക്കില് ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുക്കുക, ക്വസ്റ്റ്യൻ ഹെഡിങ് കൊടുക്കുക, അതിന്റെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിക്കാം. എഴുതുന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ സ്ലോവിൽ പറയാം. ഞാൻ എഴുതുന്നുണ്ട്. അപ്പൊ എഴുതിക്കോട്ടോ. ഓരോ പോയിന്റ്സ് പറയാം, എഴുതിക്കോ. First point, a positive statement takes a negative question tag and a negative statement takes a positive question tag. When the statement is positive and the tag is negative, and when the statement is negative, tag is positive. അതാണ് ഫസ്റ്റ് പോയിന്റ്. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാട്ടോ. ഷീ ഈസ് വെരി ക്ലവർ എന്ന് എഴുതാം. ഷീ ഈസ് വെരി ക്ലവർ, ഈസ് ഇൻ ഷീ എന്ന് എഴുതിയേക്കുക. അതുപോലെ തന്നെ ഷീ ഈസ് നോട്ട് ക്ലവർ, ഈസ് ഷീ എന്ന് എഴുതാം. ഷീ ഈസ് വെരി ക്ലവർ, ഈസ് ഇൻ ഷീ. ടാഗ് എന്താണ്? ഈസ് ഇൻ ഷീ ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഷീ ഈസ് നോട്ട് ക്ലവർ, ഷീ ഈസ് നോട്ട് വെരി ക്ലവർ, ഷീ ഈസ് നോട്ട് ക്ലവർ, ഈസ് ഷീ ആണ് വരാം. ഈസ് ഇൻ ഷീ അല്ല, ഈസ് ഷീ ആണ് വരാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? എല്ലാവരെയും കംപ്ലീറ്റ് ആയോ? ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റില് പറയുന്നത് കുറച്ച് വേർഡ്സ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർലി, റെയർലി ആൻഡ് സെൽഡം.
ഈ വേർഡ്സ് എല്ലാം എന്താണ് സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്കെ, സെമി നെഗറ്റീവ് വേർഡ്സ് ആണ്. അതല്ലാതെ രണ്ട് വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. a few, a little. a few, a little എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, നോ ശ്രദ്ധിച്ചിരിക്കട്ടോ. കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ എഴുതിക്കൂ. സെക്കൻഡ് പോയിന്റ്, ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർഡ്ലി, റേർലി ആൻഡ് സെൽഡം. ഇത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താകും? നെഗറ്റീവ് ആകും. ഓക്കെ, അതായത് ഡയറക്ട്ലി നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ലെങ്കിൽ പോലും ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ a few, a little. ഇത് ഏതെങ്കിലും വേർഡ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് പോസിറ്റീവ് വേർഡ്സ് എഴുതി വെച്ചാലും മതി. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർഡ്ലി, റേർലി ആൻഡ് സെൽഡം നെഗറ്റീവ് വേർഡ്സ്, ആൻഡ് a few and a little പോസിറ്റീവ് വേർഡ്സ്. മാം, ഇതിലിപ്പോ സെമി നെഗറ്റീവ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ അതിൽ പെട്ടിരിക്കുന്നല്ലോ. ഹാർഡ്ലി. അപ്പൊ അതുപോലെ അപ്പൊ വീണ്ടും പറഞ്ഞത് പോസിറ്റീവ് വേർഡ്സ് ആയിട്ട് ഫ്യൂ, ലിറ്റിൽ എന്ന് പറയുന്നു. അപ്പൊ അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അതിൽ അത് a few ആണ്. ഒരു ആർട്ടിക്കിൾ ഉണ്ട്, a few, a little. കണ്ടോ? അതാണ് പോസിറ്റീവ്. a few and a little. ഓക്കെ, കഴിഞ്ഞോ? ഇനി എല്ലാവരും സെയിം തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് പഠിക്കാം. ഓക്സിലറീസ് ഒക്കെയാണ് ഇത് രണ്ടാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കേട്ടോ. ബാക്കി 4, 5, 3 നമ്മൾ ഈ ടാഗ് പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ ടേബിൾ പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈസ് ഓക്സിലറി വരുമ്പോ നെഗറ്റീവ് എന്താണ്? ഈസിന്റ് ആണ്. ആം, ആറിന്റ്. മസ്റ്റ് ആണ് പഠിക്കണം കേട്ടോ. ആം എന്താണ്? ആറിന്റ് ആണ്. ഒരിക്കലും ആമിന്റ് എന്ന് പറയാൻ പാടില്ല. ആമിന്റ് എന്ന് പറയുന്ന വേർഡ് ഇല്ല. ഓക്കെ, ആറിന്റ് ആണ് വരാം. അപ്പൊ ആറാണെങ്കിലോ? ആറ് നെഗറ്റീവ് ആറിന്റെ തന്നെയാണ്. ആമിന്റെയും ആറിന്റെയും നെഗറ്റീവ് സെയിം ആണ്. കൺഫ്യൂഷൻ വരരുതോ, പഠിച്ചു വെക്കുക. ഓക്കെ, ആം എ സ്റ്റുഡന്റ് എങ്ങനെയാ വരാ? ആറിന്റ് സ്റ്റുഡന്റ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ആമിന്റെയും ആറിന്റെയും നെഗറ്റീവ് ആറിന്റെ തന്നെയാണ്. അത് മാത്രമാണ് ഇതിൽ കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഈസിയാണ്. was ഇതാണ്, where ഇതാണ്, has hasn't, haven't, hadn't, do, don't, doesn't, didn't, can, can't, couldn't, will, won't. ഇതില് വില്ലും ഷാലും സെയിം ആണ്. ഓക്കെ, വിൽ ബോണ്ട് ആണെങ്കിൽ ഷാലും ബോണ്ട് തന്നെയാണ്. വില്ലും ഷാലും സെയിം അല്ലേ? അപ്പൊ നെഗറ്റീവും സെയിം തന്നെയാണ്. അപ്പുറത്ത് ഷാല് ശാന്തി കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും നോക്കണ്ട, അത് ഇപ്പൊ പഠിക്കുന്നില്ല. അങ്ങനെ മോഡേൺ ഇംഗ്ലീഷിൽ ഷാൻഡൊന്നും ഇല്ല. ഓക്കെ, ഷാല് ബോണ്ട് തന്നെയാണ്. would, wouldn't, may not, might, not, should, shouldn't, mustn't, need, needn't. Okay, yeah. Okay, അപ്പൊ ടേബിൾ പഠിക്കണം. പിന്നെ ടാഗില് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടാഗില് സബ്ജക്ട് ഉണ്ടാവുമല്ലോ. ടാഗിലെ സബ്ജക്ട് നമ്മള് സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്ട് നമ്മൾ ടാഗിലേക്ക് മാറ്റുമ്പോൾ ചേഞ്ചസ് ആണ് ഇവിടെ പറയുന്നത്.
subject of the question tag, subject of the state. The subject ടാഗിലെ സബ്ജക്റ്റായിട്ട് മാറുമ്പോഴുള്ള മാറ്റങ്ങളാണ് കേട്ടോ. The boy എന്താകും he ആണ്, the girl she ആണ്, everyone they ആണ്, everybody they ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ടാഗിനെ കുറച്ച് എക്സാമ്പിൾസ് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുറച്ച് എക്സസൈസ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അതിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, he's not here, he's not here. ടാഗ് എന്തായിരിക്കും? ഓരോരുത്തർക്ക് പറഞ്ഞോളൂ, ഞാൻ കറക്റ്റ് ആണോ ഇല്ലെന്ന് ലാസ്റ്റ് പറയാം. Is he? Question ഒന്ന് പറയാം സർ. ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ടെക്സ്റ്റില് Page number 133. പേജ് നമ്പർ പേജ് നമ്പർ എന്ന് പറയാമോ ആരെങ്കിലും? 133. സെയിം തന്നെയാണല്ലേ? ഓക്കെ, 133. ആൻസർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ, പറഞ്ഞാൽ ചിലപ്പോ ക്ലാഷ് ആകും. സോ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് വൺ, ഈസ് നോട്ട് ഹിയർ. Just wait. ഓക്കെ, ഞാൻ കുറച്ച് നമുക്ക് ഞാൻ ടെക്സ്റ്റിലെ എക്സാമ്പിൾ നോക്കണ്ട, ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം. ഈസ് ഹി പറയുന്നുണ്ട്, ഈസ് ഇൻ ഹി പറയുന്നുണ്ട്. ഈസ് ഇൻ ഹി അല്ല കേട്ടോ, ഈസ് ഹി ആണ്. കാരണം എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയത് കൊണ്ട് തന്നെ സോറി Negative അല്ല മാം. അതെ, നെഗറ്റീവ് മാം ആണ്. അത് ഞാൻ രണ്ടാമത്തെ അയച്ചേക്കണത്. സെക്കൻഡ്. ഓ ഓക്കെ ഓക്കെ, ക്ലിയർ. ഞാൻ നെക്സ്റ്റ് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് ഞാൻ നെക്സ്റ്റ് ചെയ്യാമേ, ആൻസർ പറഞ്ഞാൽ മതി. He is playing. He is playing. Text you, answer text is what? He is playing. Okay, he is playing. Isn't he, Anna? Correct. Isn't he? Next one, he is not playing. He is not playing. We are playing. I am playing. We are not playing. I am not playing. Anjana. Anjana answer on the better next year. നമുക്ക് ഓരോ ടെൻസ് വൈസ് പഠിക്കാം കേട്ടോ, അത് കുറച്ച് വേഗം. ഇത് കണ്ടിന്യൂസ് ആണ് വിളിച്ചത് കേട്ടോ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ അഞ്ചിന്റെയും ആൻസർ പറയും കേട്ടോ. ടെക്സ്റ്റ് ചെയ്യും, ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യും, ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യും.
ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ടല്ലോ. മാം ക്വസ്റ്റ്യൻ ടാഗ് മസ്റ്റ് അല്ലേ മാം? Yeah. ക്വസ്റ്റ്യൻ ടാഗ് ഇടണമെന്നില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് മസ്റ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരാം ഈ ടൈപ്പ് ആയിരിക്കും. ടെക്സ്റ്റിൽ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ്. ടാഗ് താഴെ ഓപ്ഷനിലുണ്ടാവും, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ശരി, ക്വസ്റ്റ്യൻ ടാഗ് ആവുമ്പോൾ അറിയാലോ ക്വസ്റ്റ്യൻ മാർക്ക് മസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആൻസർ പറയാണേ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് പ്ലേയിങ്. ഈസ് നോട്ട് പ്ലേയിങ് സെന്റൻസ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയത് കൊണ്ട് തന്നെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഫസ്റ്റ് ഓക്സിലറി ആണ് വരാ, ദെൻ സബ്ജക്റ്റ് ആണ്. അപ്പോ ഈസ് ഹി ആണ്, ഈസ് ഹി. ദെൻ വി ആർ പ്ലേയിങ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ്, അപ്പോ നെഗറ്റീവ് ടാഗ് വരണം. ആർ ഇറ്റ് വി. എനിക്ക് ഇടക്ക് തിരിഞ്ഞു പോട്ടോ, സീരിയസ് ആയിട്ട് എടുക്കണ്ട, എനിക്ക് എപ്പോഴും പറ്റുന്ന. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആണ്. ദെൻ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്, ആർ ആൻഡ് ബി ആണ്. ആം പ്ലേയിങ് എന്താകും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് വരാ അല്ലെ, സോറി നെഗറ്റീവ് ടാഗ് ആണ് വരാ. ആം ആറിൻഡ് ഐ ആകും, ആറിൻഡ് ഐ. ഓക്കെ, then we are not playing, are we? And I'm not playing, am I? Clear? ഇനി രണ്ടെണ്ണം കൂടി ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ, ആൻസർ പറയൂ. He sings a song and they sing a song.
അറിയില്ലെങ്കിൽ പറയൂ കേട്ടോ. മാം അറിയില്ല. ഓക്കെ, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ they sings a song. they sings a songല് അവിടെ ഏതെങ്കിലും ഓക്സിലറി ഉണ്ടോ? അല്ലെങ്കിൽ മൊഡാൽ വേർബിലുണ്ടോ? ഓക്സിലറി ഉണ്ടോ? ഡയറക്ട്ലി നോക്കുമ്പോ കാണുന്നില്ലെങ്കിലും ഉണ്ടോ? ഡസ് ഇല്ലേ? ഡസ് ഉണ്ട്. സിങ്സ് എന്താണ്? ഡസ് പ്ലസ് സിങ് ആണ് എന്ത്? സിങ്സ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഡസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ടാഗ്? എന്ത് വരും അറിയാലോ? Doesn't she? Doesn't he? Okay, doesn't he ആണ് വരാ. ഇനി സെക്കൻഡ് വൺ, they sing a song. അവിടെയും പറയുന്ന ഓക്സിലറി ഉണ്ട്. ഏതായിരിക്കും? ഡു നോട്ട് ഡു ആണ് വരാ. ഡു ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണ് ഈ ഡസും ഡു അല്ലെ? അപ്പോ they do sing a song എന്നാണ് നോർമലി വരാ. പക്ഷെ അങ്ങനെ നമ്മൾ എഴുതാറില്ല. they sing a song. അവിടെ ഡു ആണ് ഉള്ളത്. അപ്പൊ എന്തായിരിക്കും ടാഗ്? എന്തായിരിക്കും? Don't they? Don't they? Don't. Don't they? അപ്പൊ he sings a song, doesn't he? They sing a song, don't they? ഇങ്ങനെ വരും കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, he doesn't sing a song, they don't sing a song. ഒരു ടാഗ് എന്തായിരിക്കും? കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ഓക്സിലറി ഉണ്ട് അല്ലെ? അത് നെഗറ്റീവ് വന്നപ്പോ ഡയറക്റ്റ്ലി ഇവിടെ ഓക്സിലറി ഉണ്ട്. സോ ടാഗ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്? ഹി സിങ്സ് എ സോങ്, ദേ സിങ് എ സോങ്. ഡയറക്റ്റ്ലി നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലെ? പക്ഷെ പറയുന്ന ഓക്സിലറി ഉണ്ട്. അങ്ങനെ നോക്കി ഐഡന്റിഫൈ ചെയ്യണം. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഡസും ഡൂവും വരാം. ബാക്കി എല്ലാം നമുക്ക് എളുപ്പമാണ്. ഡയറക്റ്റ് ആയിട്ട് തന്നെ കുഴപ്പമുണ്ടാകും. നമുക്ക് അത് വെച്ചിട്ട് ടാഗ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസും പഠിച്ചു. മാം രണ്ടാമത്തെ എന്നതാ വരുന്നത്? ദാ വരുമ്പോ he doesn't sing a song നെഗറ്റീവ് ആണ്. പോസിറ്റീവ് വരും. does he വരും. does he and don't they ആണുള്ളത്. ദായില they ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ do they വരും. does he and do they. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ടെൻസ് ഏതാണ്? ഇപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി ഏതായിരുന്നു? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്ന ഏതാണ്? ഹാസും ഹാവും ആണ്. അപ്പൊ സെന്റൻസിൽ ഹാസ് ഹാവ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് വരും. മനസ്സിലായോ? അത് എളുപ്പമാണ്. ബാക്കിയെല്ലാം നമ്മോട് എളുപ്പമാണ്. ഇപ്പോ they have ആണെങ്കിൽ ദാ തന്നെയാണ് വരുന്നത്. they have ആണെങ്കിൽ ടാഗ് പറയൂ. ഹാവിന്റെ ദേ. ഹാവിന്റെ. ഹാവിന്റെ. he has ആണെങ്കിൽ hasn't he. hasn't he. ഇനി hasn't ആണെങ്കിൽ he hasn't ആണെങ്കിൽ Has he. has he. Correct. They haven't. Have they. Have they. He has. Have they. Clear. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ് വരുന്നതെങ്കിൽ സെയിം തന്നെയാണ്. they have been എന്ത് വരും? haven't തന്നെയാ വരാം. അവിടെ ബീൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതുള്ളൂ. they have been, haven't they, he has been, hasn't he. അങ്ങനെ തന്നെയാണ് കേട്ടോ വരാം. അവിടെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആണ്. അപ്പൊ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. ഇനി ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് എങ്ങനെയാണ് പഠിച്ചത് അതുപോലെ തന്നെയാണ് സിമ്പിൾ പാസ്റ്റിലേക്ക് വരാം. ഓക്കെ,
എങ്ങനെ വരാ? He played. Haven't they? No. He played. Didn't he? Yeah, correct. Did plus play ആണ് എന്ത്? Played. Did plus play ആണ് played. അപ്പൊ did ആണ് അവിടെ ഉള്ളത്. അപ്പൊ he played. Didn't he? They went. Didn't they? ഇവിടെ ഡസും ഡൂ ഇല്ല. പാസ്റ്റ് ആകുമ്പോ ഡിഡ് മാത്രമേ ഉള്ളൂ. നോക്കേണ്ടത് പാസ്റ്റ് ഫോം ആണ്, V2 ഫോം ആണോ നോക്കുക, വെർബ്. അങ്ങനെയാണെങ്കിൽ ഡിഡ് ആണ്. മനസ്സിലായോ? He sang a song. He sang a song. Tag എന്ത് വരും? Did he? Didn't he? Yeah, didn't he? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പോ അത് മാത്രാണോ? അത് പാസ്റ്റ് ടെൻസ് കൂടിയാണ്. അപ്പോ ഡിഡ് ആണ് വരാ. Didn't he? Clear? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ വാസ് ആണ് വരാ. വാസ് ആണെങ്കിൽ വാസിന്റെ ആണ്. വേർ ആണെങ്കിൽ വേറിന്റെ ആണ്. ഇനി പെർഫെക്റ്റിലേക്ക് പോവാണെങ്കിൽ ഹാഡ് ആണ് വരാ. ഹാഡിന്റെ ആണ് വരാ. ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ വിൽ നോട്ട് ആണ്. സോറി ബോണ്ട് ആണ്. വിൽ നോട്ട് അല്ലട്ടോ. വിൽ നോട്ട് എന്ന് പറയൂ കേട്ടോ. ഷോർട്ട് ആക്കി ബോണ്ട് എന്ന് പറയും. ഇനി പകരം ഷാൽ ആണെന്നുണ്ടെങ്കിൽ അതും ബോണ്ട് ആണ്. ഫ്യൂച്ചറിൽ ഫുള്ള് വില്ല തന്നെ അല്ലേ? വിൽ ഹാവ്, വിൽ ബി, വിൽ ഹാവ് ബീൻ, എങ്ങനെ വന്നാലും ബോണ്ട് തന്നെയാണ്. ഇതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നേണ്ടത് നിങ്ങൾക്ക് ഈ സിമ്പിൾ ആണ്. സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പ്രസന്റിൽ ഡസും ഡൂവും വരും. സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് വരും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി നമുക്ക് ഇത് ആൻസർ ചെയ്യാം. ഇനി ടെക്സ്റ്റിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കി. ഈ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ആയിരിക്കും എക്സാമിന് വരാം. പുറത്തുനിന്ന് ഒന്നും വരില്ല. പിന്നെ പുറത്തുനിന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടെസ്റ്റിലാക്കി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് കോമൺ ആയിട്ട് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, എളുപ്പല്ലേ? ഈസി അല്ലേ? ഇല്ല, ഇല്ല. ടെക്സ്റ്റ് ചെയ്യാനാണോ മാം? ടെക്സ്റ്റിലെ ടെക്സ്റ്റിൽ ആൻസർ ചെയ്യണം. അല്ല മാം, ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് അയക്കാനാണോന്ന് പറഞ്ഞാ പോരുമോ? പറയും. അത് കേട്ട് ഓരോരുത്തരും മുഖം പിടിച്ച് പറയാൻ പാടില്ല. അത് മനസ്സിലായത് മാത്രം പറയണം. First one is he. Just wait. ഞാൻ ഓരോരുത്തരും ഡിവൈഡ് ചെയ്ത് തരാം. നമുക്ക് കുഴപ്പമില്ല. എത്ര പേരുണ്ട് ക്ലാസ്സിൽ? കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് 5 എണ്ണം പറയൂ. ശ്രുതി പറഞ്ഞോളൂ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് 5 എണ്ണം പറയും. ആൻസർ ചെയ്യും. ശ്രുതി. Yes ma'am. Unmute. Okay. The first one is he. Second one, isn't she. Third one, eats. So doesn't he. The fourth one, does not. So does she. Fifth one, should not. Should you. Yeah, correct. Is he? Isn't he? Does he? Doesn't she? Should you? 5 എണ്ണം. ഓക്കെ. ഇനി തൻസീറ. ബാക്കി 5 എണ്ണം പറയും. തൻസീറ. കേൾക്കുന്നുണ്ടോ? അറിയൂ. സംസാരിക്കാൻ പറ്റില്ല? സ്കൂളിലാണ്. ഓക്കെ.
പറ്റുവാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് റേച്ചൽ പറയൂ. റേച്ചൽ ഷി ഹാസ് ഫിനിഷ്ഡ് റീഡിംഗ് പറയൂ. റേച്ചൽ എന്താ മിണ്ടാത്തേ? ക്ലാസ്സിലുണ്ടോ നിങ്ങള്? ഓക്കെ, നസീറ പറയൂ. നസീറ ഷി ഹാസ് റീഡിംഗ് പറയൂ. ഷി ഹാസ് ഫിനിഷ്ഡ്. Hasn't she? Next one, has he? And next one, didn't he? And next one, did she? Next one, hasn't she? Yeah, clear. Okay. നീ ആതിര പറഞ്ഞോളൂ. They walk. Madam Modalam, sir. She has not been to England. Has not Modalala, she has not been. Yeah. Has not been, has she? They walk very fast, didn't they? No, don't they? Do they? Don't they? അല്ലേ മാം? Do not they? Don't they? Do not walk very fast, do they? Are learning English, aren't they? Are not learning French, are they? Yeah. Okay. Then Asina പറയൂ. I hurt you. അല്ല, I didn't hurt you. Did I? Next didn't I? Aren't I? Am I? Is he? Isn't she? Next, doesn't he? Anoop sings well. Doesn't he? Okay. I'm a little late പറഞ്ഞേ. I'm a little late. എവിടെ മാം? I'm a little late. I'm a little late. Sentence ആണ്. I'm a little late. Aren't I? എന്തോ? Aren't I? I'm a little late. Okay, clear. Then little എന്ന് പറയുന്ന വേർഡ് ഏതാണ്? ലിറ്റിൽ എന്ന് പറഞ്ഞ പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി ആം ലിറ്റിൽ ലേറ്റ് ആണെങ്കിലോ? ആറൈ നെഗറ്റീവ് ആണപ്പാ. ആം ലിറ്റിൽ ലേറ്റ് ആണെങ്കിൽ ആമൈ. ആം എ ലിറ്റിൽ ലേറ്റ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ആറിന്റെ ആം ലിറ്റിൽ ലേറ്റ് ആണെങ്കിൽ എ ലിറ്റിൽ അല്ല, വെറും ലിറ്റിൽ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ആറൈ. അപ്പൊ ആറിന്റെ എന്താണ് ക്ലിയർ ആവുന്നില്ല. എ ചേർക്കുന്നുണ്ടോ മാം? ഐ ആം എ ലിറ്റിൽ ലേറ്റ് എന്നാണെങ്കിൽ ആറിന്റെ ഐ വരും. ഇനി ഐ ആം ലിറ്റിൽ ലേറ്റിനെ ഉള്ളൂങ്കിൽ 6 ഐന്ന് വരും. കറക്റ്റ്. ഓക്കെ. എ ലിറ്റിൽ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, ലിറ്റിൽ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ആരൊക്കെ വരുന്നിട്ടാ പഠിക്കും. ഓക്കെ. അപ്പൊ മനു ലേറ്റ് എന്ന് പറയുമ്പം ആമൈ അല്ലേ? ആം ലേറ്റ് എന്ന് പറയുവാണെങ്കിൽ ആറിന്റെ ഐന്ന് വരും. ഓക്കെ. മനു ഈസ് നോട്ട് വെരി ഡൾ പറഞ്ഞോ അത്. ഈസ് ഹി. ഓക്കെ അസീന.
Then Ashwini, പറയൂ. Tina is a dull girl. Ashwini. ഇല്ല. അശ്വതി പറയൂ. മിസ് ഞാൻ മോളെ എടുത്തു വെച്ചോണ്ട ക്ലാസ് ആണ്. ഇവര് എഴുതുന്നത് പോലും എനിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. Okay. Yeah. Okay, Ashwini. Yeah, it's okay. Then Lavli, പറയൂ. Yes, ma'am. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയത്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. Easy. Manu is not very dull. Easy. Tina is a dull girl. Isn't she? Anup sing well. Didn't he? അനൂപ് സിങ്സ് ആണ് വരാം. സിങ്സ് വരാം. സിംഗ് അല്ലേ മമ്മയുടെ കൊടുത്തേക്കണേ? സിംഗ് ആണെങ്കിലും അത് സിംഗ് വരില്ലല്ലോ അല്ലെ. സിംഗുലർ സബ്ജക്റ്റ് കൂടെ സിംഗുലർ വേർബ് ആണ് വരേണ്ടത്. സിങ്സ് ആണ്. Doesn't he? Last year we used to study. ഡസ് അല്ല അവിടെ വരാം. Doesn't he? Doesn't he അല്ലേ? Last year we used to study. അത് മനസ്സിലായില്ല. എന്താ പറയണ്ടെന്ന് അറിയില്ല. യൂസ്ഡ് ആണ് പറയുന്നത്. യൂസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് അല്ലേ? അപ്പൊ എന്താ ചെയ്യാം? ഡിഡിന്റ് ആണ്. ഡിഡിന്റ് ആണ്. യൂസ്ഡ് ആണ്. ഈഡി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഡിഡ് ആണ് പറയേണ്ടത്. Your son got married. Didn't he? Didn't he എന്നോട് വരാം. Didn't he അവരെ യുവർ സൺ അല്ലേ? യു പറയേണ്ട ആവശ്യമില്ല. We must not abuse others. Yeah. Aren't we? No. Must be. Sorry, ma'am. We must be helpful to others. Must not be. നോട്ടില്ലാത്തോണ്ട് നോട്ട് ചേർത്താ മതി. അതെ, നോട്ടില്ലെങ്കിൽ നോട്ട് ചേർക്കാം. നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് കളയാം. Okay, lovely dear. Thank you, ma'am. Then മല്ലികയെ ഞാൻ നേരിട്ട് അന്നാണ് കണ്ടത്. ക്ലാസ്സിൽ ഇതുവരെ ഞാൻ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പോ മനസ്സിലായി. എപ്പോഴാണ് ഈ ക്ലാസ്സിൽ ഞാൻ കണ്ട പരിചയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആള് സംസാരിക്കുന്നതാണോ? സംസാരിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി കുറച്ചുകൂടെ നോക്കാം നമുക്ക്. തയ്യാറായല്ലോ? ക്ലിയർ ആയി? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി വലിയ വെച്ച് പറയാം. യു വിൽ അറ്റൻഡ് ദ പാർട്ടി എന്ന് പറഞ്ഞേ. യു വിൽ അറ്റൻഡ് ദ പാർട്ടി. Won't you? Yeah, won't you? Correct. Then next one. Didn't he? He went to China. Didn't. Yeah, didn't he? Simi did not go to London. Did she? Not alone, not illa. Did she? Yeah, did she? Next one. Not alone, does he? Does he? Okay, then it's going to rain. Have you? Isn't it? Yeah, isn't it? The books are not easy. Are they? Yeah, are they? They are they? These books are not easy. Good morning, ma'am. I was taking a class for the students. എന്റെ പേര് വിളിച്ചപ്പോ ഞാൻ കേട്ടായിരുന്നു. അപ്പുറത്തെ ക്ലാസ്സിൽ എടുക്കുകയായിരുന്നു. ഞാൻ ലാപ്ടോപ്പ് എന്റെ റൂമിൽ വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. എന്റെ പേര് വിളിച്ചില്ല. എന്റെ പേര് വിളിച്ചെന്ന് തോന്നിയില്ലേ?
ഞാനിപ്പം ഓടി വന്ന് നോക്കിയതാ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, എനിക്ക് ശരിയാണോന്ന് അറിയില്ല. എല്ലാരും പറഞ്ഞൊന്നും കേട്ടില്ല. The books are not easy, are they? ആണോ? These books are not easy. Are they? The sun does not shine at night. Does it? Yeah. We had paid our fees. Hadn't we? Hadn't we? Hadn't we? Correct. It is very hot today. Isn't it? Yeah. It is not very hot today, is it? Yeah. Leela sings well. Doesn't she? Yeah. Gopal does not sing well, does he? Okay. The street is not very busy. Is it? Yeah. Is it? Is it? Yeah. Today the road is crowded. Isn't it? Yeah. It rains heavily now. Doesn't it? Yeah. Correct. താങ്ക് യു മാഡം. ഞാനിനി ക്ലാസ്സിൽ പോട്ടെ. ഞാനിത് ഓഫ് ചെയ്തിട്ട് പോവാണ്. അപ്പുറത്ത് പിള്ളേരെ എന്റെ പേര് വിളിച്ചതുകൊണ്ട് ഞാൻ അവർക്കൊരു ഗ്യാപ്പിട്ട് ഒരു അസൈൻമെന്റ് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. താങ്ക് യു മാഡം. താങ്ക് യു. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയോ? ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ? അത്രയേ ഉള്ളൂ. ഈസിയാണ്, പഠിച്ചാൽ ഭയങ്കര ഈസിയാണ്. ഇനി എങ്ങനെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്ന് നിർബന്ധമുണ്ടോ നിങ്ങൾക്ക്? വേണോ? എവിടെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാലോ. അത്രയേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഇങ്ങനെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് എത്ര ക്ലാസ് കിട്ടും? 4 ക്ലാസ്സേ കിട്ടാൻ ചാൻസ് ഉള്ളൂ അല്ലെ? വീക്കിലി 1 ആണ്. ഓ 4 ക്ലാസ് കിട്ടും. റിവിഷൻ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോർഷൻസ് ഏതൊക്കെയാണെന്ന് വേണോ? അല്ലെ എക്സാമിനെ ബേസ് ചെയ്താണെങ്കിൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന് വേണോ അല്ലെങ്കിൽ റിവിഷൻ ചെയ്യണോ ഓരോ ചാപ്റ്റർ വൈസ്? ഏതാണ് വേണ്ടത്? രണ്ടും ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. രണ്ടും നമുക്ക് 4 ക്ലാസ് കൊണ്ട് നടപടിയാവില്ലേ? ഓക്കെ, എനിക്ക് ഇനി ഫോൺടിക്സ് എടുക്കാനുണ്ട്. അല്ലെങ്കിൽ ഫോൺടിക്സ് എടുക്കണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യണമെങ്കിൽ അങ്ങനെ മതി വന്നാലും. എക്സാമിന് മുന്നായിട്ട് എപ്പോഴെങ്കിലും ഒരു സാറ്റർഡേയോ അങ്ങനെ എന്തെങ്കിലും വെക്കേണ്ടി വരും. സാറ്റർഡേ ആണെങ്കിൽ ഓക്കെ ആണോ? എല്ലാവരും ജോയിൻ ചെയ്യോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമിന് മുന്നായിട്ട് ഞാൻ നോക്കട്ടെ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ 4 ക്ലാസ് കൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയാലും മതി. ഏതെങ്കിലും ഓരോ ചോദിച്ചെടുക്കും നിങ്ങളെ. ഇതിൽ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പറയുന്നത്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും. എന്റെ ഒരു ഞാൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഇനി ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട് കേട്ടോ, കണ്ടീഷണൽ സെന്റൻസ് കൊണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. അതും ഈസിയാണ്, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ അത് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെൻസ് ഒന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ടെൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ഇത്രയും നേരം നിങ്ങൾ പഠിച്ചു ചെയ്ത് നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്താണ് അല്ലെ? ടെൻസ് ആണ് ഇമ്പോർട്ടന്റ്. നമുക്ക് സംസാരിക്കണമെങ്കിൽ ടെൻസ് വേണം. ടെൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, വൊക്കാബുലറിയും കൂടെ വേണം. പറയുമ്പോ സ്റ്റക്ക് ആവാതിരിക്കണമെങ്കിൽ നമുക്ക് വൊക്കാബ് വേണം. അത് നിങ്ങൾ തന്നെ സ്വയം പഠിക്കേണ്ടതാണ്. അതിൽ എത്രത്തോളം എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ നോക്കട്ടെ. ഇനി അങ്ങോട്ട് ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് ഞാൻ ക്ലാസ് എടുക്കുന്നതായി വരില്ല. അതായത് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം. അതും കൂടെ വേണ്ടേ? ചുമ്മാ ഗ്രാമർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ച്
ടൈം ലിമിറ്റ് ഉണ്ട്. സോ അതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു ചെറിയൊരു ക്ലാസ് അത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞുതരാം. ടേം എക്സാം ടേം എക്സാമോ? ടേം എക്സാം എന്തായാലും ഫൈനൽ എക്സാമിന് മുന്നായിട്ട് തന്നെ ഉണ്ടാവും. അതും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി ടേം എക്സാമിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 9th ചാപ്റ്റർ തുടങ്ങിയായിരിക്കും വരാം. അപ്പൊ പ്രപ്പോസിഷൻ വരും, അതിൽ പാർട്ടിസിപ്പിൾ വരും, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വരും, ഫ്രേസൽ വെർബ് എന്ന് വരും. അങ്ങനെ എല്ലാത്തിനും ഒരു 2 ക്വസ്റ്റ്യൻ വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ പ്രപ്പോസിഷൻ 2, കണ്ടീഷണൽ വേണമെങ്കിൽ 1 ക്വസ്റ്റ്യൻ ഇടാം, ഡയറക്ട് സ്പീച്ചിന് 1 ക്വസ്റ്റ്യൻ ഇടാം, ഫ്രേസൽ വെർബ് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന് എത്രയും 5 ആയല്ലോ അല്ലേ? പിന്നെ ടാഗ് സിമ്പിൾ ആണ്. ആകെ 5 6 ക്വസ്റ്റ്യൻ മതിയാകും, അല്ലെ? 5 ക്വസ്റ്റ്യൻ മതിയാകും. 10 ക്വസ്റ്റ്യൻ വേണം. 16 17 എക്സാമിന് ഇല്ലാത്തതല്ലേ റൈറ്റിംഗ് ഇംഗ്ലീഷ് ഫോർ റിക്രീഷൻ? അതെ, റൈറ്റിംഗ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. MCQ ടൈപ്പ് അല്ലേ, മറുപടി അറിയില്ല. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് ഉണ്ടാവും കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നായിരിക്കും വരാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയ വേർഡ് ആയിരിക്കും. അതിൽ ഞാൻ നോക്കട്ടെ, ഞാൻ പറ്റിയാ നിങ്ങൾക്ക് അതും ഞാൻ പറഞ്ഞുതരാം. എല്ലാം പറയണോ? ഇത് വേണമെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് തരട്ടെ. ഞാൻ നിങ്ങൾ ചെയ്തോളൂ. അതായിരിക്കും കുറച്ച് സിമ്പിൾ എന്ന് തോന്നുന്നു. ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുമ്പോ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ഇമ്പോർട്ടന്റ് ഇപ്പോ എക്സാമിനെ ബേസ് ചെയ്ത് ഇമ്പോർട്ടൻസ് മാത്രം പറഞ്ഞു തരുന്ന സമയത്ത് മാക്സിമം എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോ മനസ്സിലാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. അത് മാത്രമല്ല, എക്സാം എഴുതുമ്പോ മനസ്സിലാവും ക്ലാസ് കേട്ടതിന്റെയും ഞാൻ പറഞ്ഞതിന്റെയും മീനിങ്. അതാണ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എല്ലാവരും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നീ അതിന്റെ പേയാട്ടാ സമയമുണ്ടല്ലോ, കുറച്ച് നമുക്ക് സംസാരിച്ചാലോ. ഇനി നിങ്ങൾക്ക് ഇപ്പോ ടെൻസ് എങ്ങനെയുണ്ട്? ടെൻസ് ഓക്കെയാണ്? നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഓരോ ടെൻസ് വൈസ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറയൂ. മാം അങ്ങനെ കറക്റ്റ് ആയിട്ട് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഇങ്ങനെ നോക്കും. ശരിക്കും പറഞ്ഞ വീട്ടിലെ പിള്ളേരുടെ കൂടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഡൗട്ട് വരും. അപ്പൊ നോക്കുമ്പോ ക്ലിയർ ആവും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ആ കറക്റ്റ് ആയിട്ട് വരുന്നില്ല സംസാരിക്കാനായിട്ട്. എന്തോ കൺഫ്യൂസ്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകും. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്ക് നിങ്ങൾ ടെൻസ് ഒന്ന് നോക്കിയിട്ട് വരും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. കാരണം ടെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇത്രയും പഠിച്ചത് നമുക്ക് ഡേ ടു ലൈഫിൽ ആവശ്യമായിട്ട് വരുന്നത് ഈ ടെൻസും പ്രിപ്പോസിഷനൊക്കെയാണ്. അതുണ്ടെങ്കിലാണ് നമുക്ക് ഒരു സെന്റൻസ് നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന ആഡ്വേർബോ ക്ലോസോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കമ്മ്യൂണിക്കേഷനിൽ. ഇവിടെ ആവശ്യം ടെൻസ് ആണ്, ദെൻ പ്രിപ്പോസിഷൻ ആണ്, പിന്നെ ഡയറക്റ്റ് സ്പീച്ച് ആവശ്യമായിട്ട് വരും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. അത് പക്ഷെ നമുക്ക് ഈ പറയുന്ന ടെൻസും അല്ലാതെ നമുക്ക് പറയാൻ പറ്റും ഗ്രാമർ നോക്കാതെ തന്നെ. ഓക്കെ, അപ്പൊ ഈ ടെൻസ് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വരും. ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് വരും. ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും കേട്ടോ. ഇനി കുറച്ച് ക്ലാസ് ചെയ്യുമ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് Sign out. Thank you, ma'am, for today's class. It was very informative and helpful. With gratitude to everyone, I am signing out now. See you in the next class. Thank you, ma'am. Thank you. Okay, so thank you all. See you next class. Thank you, ma'am.